കൈരളി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ബാംഗ്ലൂർ നഗരത്തിലാണ്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ, സമസ്ത മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ നഗരം. ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഇന്ന് ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഒരു യങ് ഹാൻസം എന്റർപ്രണർ ശ്രീ ബിജു തോമസ് ആണ്. അദ്ദേഹം നല്ലൊരു ബിസിനസ് വ്യവസായ രംഗത്ത് ബാംഗ്ലൂരിലും ഇന്ത്യയൊട്ടായി അറിയപ്പെടുന്ന 7 Seas ഗ്ലോബൽ എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിക്കുകയും ആ പ്രവാസ ജീവിതത്തിൽ ജോലിയിൽ നേടിയ ആ പരിചയ സമ്പത്ത് ഇന്റർനാഷണൽ ലോജിസ്റ്റിക് രംഗത്ത് 7 Seas ഗ്ലോബൽ എക്സ്പ്രസ് ലോജിസ്റ്റിക്കിനെ നമ്പർ 1 ആക്കി മാറ്റിയ ശ്രീ ബിജു തോമസ്. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും സത്യസന്ധതയും ആയിരുന്നു എന്നുള്ളത്. ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് രംഗത്ത് വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനിയാക്കി മാറ്റുവാൻ 7 Seas എക്സ്പ്രസിന് സാധിച്ചു എന്നുള്ളത് ശരിക്കും അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് എഫോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ എവിടെയും നമ്മൾ വിജയത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മധുരം മാത്രം നൽകുന്ന നല്ല ഓർമ്മകൾ നൽകുന്നത് നമ്മുടെ ബാല്യകാലം തന്നെയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ആ ബാല്യകാലം? ഞാൻ ജനിച്ചു വളർന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള മേരുകുളം എന്ന സ്ഥലമാണ്, അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പെടുന്ന. വളരെ മനോഹരമായ, പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിത മൊത്തമുള്ള ഒരു സ്ഥലമാണ് മേരികുളം. അതെ, പുഴകളും മലകളും. പെരിയാറിന്റെ തീരത്ത് കൂടി പോകുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലൂടെയാണ് പെരിയാറിന്റെ ഒരു ഭാഗം ഒഴുകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ബാല്യകാലമായിരുന്നു എനിക്ക് അവിടെ. നല്ലൊരു ഗ്രാമം. അതെ, കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ ഒരു പറ്റം നാട്ടുകാരുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഞങ്ങളൊരു വളരെ ചെറിയ ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ തുടങ്ങിയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ്. ഏതാണ്ട് ഇന്ന് ഒരു 350 ഫാമിലി നമ്മളുടെ ഈ ബിസിനസ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഉയർച്ച പടിപടിയായി വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. ഇതിൽ വളരെയധികം മലയാളികളും ഞങ്ങളുടെ ഈ സംരംഭത്തിൽ. ഇന്ത്യയിൽ 16 ബ്രാഞ്ചസ് ഉണ്ട്. അതെ, ഞങ്ങൾക്ക് 16 ഓഫീസുകളുണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യക്ക് വെളിയിലേക്കും കൂടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഉടനെ തന്നെ ഞങ്ങൾ ഗൾഫ് കൺട്രീസിലേക്കും മറ്റ് ചൈന പോലെയുള്ള ഫാർ ഈസ്റ്റേൺ കൺട്രീസിലേക്കും ഒക്കെ ഞങ്ങളുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഇത് വളരെ ഇന്നിപ്പം ഈ ലോകം മൊത്തം, ദ ഹോൾ വേൾഡ് ഈസ് റണ്ണിങ് ഓൺ ലോജിസ്റ്റിക്സ് അല്ലേ? ഇപ്പം ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു വ്യവസായം. തീർച്ചയായും ഒരു രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻ എനി പ്ലേസ് എനിവെയർ ഇൻ ദ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അതെ, അപ്പം ലോജിസ്റ്റിക്സ് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സംരംഭമാണ് ലോജിസ്റ്റിക്സ്. ഇത് വളരെ വലിയൊരു ബിസിനസ് ശാഖയായിട്ട് വളർന്നു കഴിഞ്ഞു. ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് കമ്പനികൾ വളരെ നാമമാത്രമായിരുന്നു. മാത്രമല്ല, ലോജിസ്റ്റിക്സിന്റെ ഇന്റർപ്രൈസസ് ആർ നോട്ട് നോൺ ടു മെനി പീപ്പിൾ ഓൺ ദോസ് ടൈംസ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇത് ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ അന്ന് തുടങ്ങി വെച്ച ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, വ്യാപാരത്തിൽ ആളുകളെ കൂടെ നിർത്തുക എന്നത് വളരെ വളരെ സർവീസ് ആ ഒരു കൂട്ടായ്മ, ആ യൂണിറ്റി നമുക്ക് ഒരുപക്ഷെ കിട്ടിയത് നമ്മുടെ ചെറുപ്പത്തിൽ അടിച്ചു കളിച്ച് നടന്ന കൂട്ടുകൂടി ആ സൗഹൃദത്തിന്റെ. അതെ അതെ, അത് ഞങ്ങൾ എന്നെ ഒത്തിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ കൂടെ ഉള്ള പല ആളുകളും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സർവീസ്, നമ്മളൊരു സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് രംഗത്ത് നമ്മളോടുകൂടെ വളരെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് കസ്റ്റമറിനെ സേവിക്കാനുള്ള മെന്റാലിറ്റി ഉള്ള ആളുകൾ. എനിക്കൊന്ന് മലയാളികൾക്ക് അത് വളരെ നന്നായിട്ടുണ്ട്. സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് മലയാളികൾക്കുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നഴ്സിംഗ് ഒരു സർവീസാണ് അല്ലേ? അതുപോലെ തന്നെ കസ്റ്റമറുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും അതിൻ്റെ ഡോക്യുമെന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു
ചെയ്യുന്നതോടുകൂടി അവരോടുള്ള സർവീസ് കൊടുക്കാൻ ഒരു മെന്റാലിറ്റി ഓൾസോ ഇസ് റിക്വയർഡ്. അതാണ് അത് എനിക്ക് തോന്നുന്നു ബാല്യകാലം. അത് ബാല്യകാലം. കാരണം നമ്മുടെ ആ ഗ്രാമം മേരികുളം എന്ന് പറയുന്ന നിഷ്കളങ്കമായ ആ ഗ്രാമം, നമ്മൾ കളിച്ചു വളർന്ന സ്ഥലം, കൂട്ടുകാരുമായിട്ട് ആ പുഴയിൽ നീന്തി നടന്ന കാലം, ഇതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന നൊസ്റ്റാൾജിയ ആയിട്ടുണ്ട്. കാരണം നമുക്ക് എത്ര വലുതാണെങ്കിലും നമുക്ക് നമ്മുടെ നാടിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അതൊരിക്കലും നമ്മൾ വിട്ടുപോകില്ല. നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ ആ നാടിന്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ കാരണം ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ കേരളത്തെ നോക്കി കാണുമ്പോൾ ഇത്രയും മനോഹരമായ, ഇത്രയും സുന്ദരമായ, ഞാൻ ലോകത്ത് ഏതാണ്ട് 10-30 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനിയും ലോകത്ത് എല്ലായിടത്തും ബിസിനസിന്റെ ആവശ്യമായിട്ട് സഞ്ചരിക്കാറുണ്ട്. പക്ഷെ എവിടെ പോയാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട് പോലെ ഇത്രയും എല്ലാ റിസോഴ്സസും ഉള്ള ഇത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വേറെ കാണുക വളരെ അപൂർവമാണ്. നമ്മൾ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അതൊരു പാട്ടാണ്. കാരണം മേരിക്കുളം ആ ഗ്രാമം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം? ഞാൻ അവിടെ തന്നെ വിദ്യാഭ്യാസം ഞങ്ങളുടെ വില്ലേജിൽ തന്നെയായിരുന്നു. സ്കൂളിലായിരുന്നു? സെന്റ് മേരീസ് സ്കൂൾ. ഗവൺമെന്റ് സ്കൂൾ? അല്ലല്ല, അത് ചർച്ചിനോട് ബന്ധപ്പെട്ട സഭയുടെ സ്കൂളായിരുന്നു. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? He has retired as a taluk surveyor from ഉടുമ്പൻചോല, ഇടുക്കി ഡിസ്ട്രിക്ട്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ഏറ്റവും മൂത്തയാളാണ്. താഴെ എൻ്റെ ഒരു ബ്രദറുണ്ട്. ബ്രദർ ഓസ്ട്രേലിയയിലാണ്. ഒരു സിസ്റ്റർ ഷീസ് ഇൻ കുവൈറ്റ്. അങ്ങനെ വളരെ ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതം തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് വളരെ ഒരു സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്ന് ഏതൊരു പിതാവും ആഗ്രഹിക്കുന്ന പോലെ താങ്കളുടെ പിതാവും ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും പിതാവും അതുപോലെ തന്നെ മാതാവും. എൻ്റെ മമ്മി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. ഞങ്ങളോട് എല്ലാവരും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്നത് എവിടെയാണ്? ആദ്യമായിട്ട് ന്യൂഡൽഹിയിലാണ് പോകുന്നത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ചെറിയൊരു ബിസിനസ് ചെയ്തിരുന്നു. അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടും മറ്റ് ഹർഷദ് മേത്ത ഇഷ്യൂസ് അതുകൊണ്ട് അതൊന്ന് നന്നായില്ല. മാത്രമല്ല അതിലെനിക്ക് നഷ്ടം വരികയും ചെയ്തു. അത് പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഒരു വലിയ വാശിയുണ്ടായിരുന്നു. ഈ തിരിച്ച് പരാജയത്തിൽ നിന്നാണ് ഞാനൊരു 19 വയസ്സിൽ ബിസിനസ് തുടങ്ങി. അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് എനിക്കൊരു ശക്തമായ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടാക്കിയിരുന്നു. ഒരു വലിയ ബിസിനസ്മാൻ ആകുക എന്ന ഒരു എയിമിലേക്ക് ഇപ്പോഴും ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇന്ത്യ അല്ല, ഞങ്ങളുടെ ബിസിനസ് വേൾഡ് വൈഡ്. അപ്പൊ ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള, ഞങ്ങൾക്ക് ലോകം മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. 2001 1 ലക്ഷം, വെറും 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് ഏകദേശം 11 വർഷം കഴിഞ്ഞപ്പോൾ അത് 200 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയാക്കി മാറ്റുവാൻ ശ്രീ ബിജു തോമസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രമാണ് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു മലയാളി വി പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം അത്രത്തോളം നമുക്ക് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാൻ താങ്കളെടുത്ത ആ എഫോർട്ട് എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതൊരു മലയാളികൾക്കും ഒരു റോൾ മോഡലായി മാറുവാൻ എന്ന് നമുക്ക് സാധിക്കണമെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇത്രയും ബ്രാഞ്ച് ഓഫീസ് ആൾ ഓവർ ഇന്ത്യ 16 ബ്രാഞ്ച് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇന്ന് എത്രത്തോളം എംപ്ലോയീസ്? ഒരു 3 എംപ്ലോയീസിലാണ് നമ്മൾ ആദ്യമായി 350 ഡയറക്റ്റ് എംപ്ലോയീസും ഒരു 1000-ഓളം ഇൻഡയറക്റ്റ് കോൺട്രാക്ട് ബേസിൽ ഒരു 350 അടുത്ത് ഡയറക്റ്റ് എംപ്ലോയീസ് ഉണ്ട്. ശരിക്കും ഇതൊരു സർവീസ് ഓറിയന്റഡ് ആണ്. 100% സർവീസ് ഓറിയന്റഡ് ആണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ്. എത്രത്തോളമാണ് 7 Seas ഗ്ലോബൽ എക്സ്പ്രസ് കസ്റ്റമേഴ്സിന് നൽകുന്ന ക്രെഡിബിലിറ്റി? കസ്റ്റമേഴ്സിന് എന്ത് വന്നെങ്കിലും ക്രെഡിബിലിറ്റി വിട്ട് കളിക്കില്ല എന്ന ഒരു ദൃഢമായ പ്രതിജ്ഞ ആ ഒരു സുപ്രഭാതത്തിൽ വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ വില കൂടിയ മെറ്റീരിയൽസ് എങ്കിൽ പോലും ആ കസ്റ്റമറിന്റെ അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1800-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്.
ഇന്ത്യയിലെ വൻകിട കമ്പനികൾ മുതൽ ചെറിയ സ്മോൾ ടൈം എക്സ്പോർട്ടേഴ്സ് വരെയുള്ള വലിയൊരു കസ്റ്റമേഴ്സിൻ്റെ നിര തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്.